തോമസേ, നീ ആരാ? നീ ഈ വാഹനത്തിൽ എങ്ങനെ കയറി? ഇതാരാ ഇതിൽ കയറിയത്? നീ ആരാണെന്നാ ചോദിച്ചത്. അനുവാദമില്ലാതെ ഇതിനകത്ത് എന്തിനു കയറി? ഞാനും അടിമറ്റത്തേക്കാണച്ചോ. ഇറങ്ങാൻ ഞാൻ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അച്ഛൻ ധ്യാനത്തിലായിരുന്നു. അച്ഛനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തുന്നത് പാപമല്ലേ? എനിക്ക് അടിമറ്റത്ത് പോവുകയും വേണം. അച്ഛനെ പോലെ വലിയ മനസ്സൊരാൾ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതി കയറിയതാ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. നീ എപ്പോഴാ ഇതിൽ കയറിയേ? ഇടയ്ക്ക് നിങ്ങൾ ഒരിടത്ത് വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തിയില്ലേ? റോഡിൽ എന്തോ തടസ്സം കണ്ടിട്ട് അപ്പോഴാ ഞാൻ കയറിയത്. നീ പുറത്തിറങ്ങ്, വണ്ടിക്ക് പുറത്തിറങ്ങ്. എന്നെ അടിമറ്റത്തേക്ക് കൊണ്ടുപോയില്ലച്ചോ. അനുവാദമില്ലാതെ കടന്നു വരുന്നവരെ ഞാനൊരു മമതയും കാണിക്കാറില്ല. ഞാൻ അനുവാദം തന്നിട്ടില്ല. തോമസേ, നീ അനുവാദം കൊടുത്തോ? ഇല്ലച്ചോ. ഇറങ്ങടോ, പുറത്തിറങ്ങാൻ. ഓ, എന്നാ ഞാൻ പോയേക്കാം. നിങ്ങളുടെ സന്മനസ്സിന് നന്ദി. വരട്ടേച്ചോ. തോമസേ, വണ്ടി എടുക്ക്. ഈ പയ്യനെ എവിടെയോ വെച്ച് കണ്ടതായി ഞാൻ ഓർക്കുന്നു. എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നില്ല. എടാ, എല്ലാം അങ്ങ് ഇടിച്ചു നിരത്ത്. രുദ്രണ്ണാൻ പറഞ്ഞ പിന്നെ എന്ത്? ബുൾഡോസർ കേറ്റ്. എതിർക്കാൻ ആരെങ്കിലും വന്നാ നമ്മുടെ ടീമിനിറക്കി കൈയും കാലും തല്ലി ഒടിക്ക്. എടാ, ഞാനങ്ങോട്ട് വരണോ? പറ. വന്ന എല്ലാത്തിനും കൂടെ ചവിട്ടി കൂട്ട് ഞാൻ. എടാ നീ പറയേ. എടാ നീ പറയേ, ഞാനങ്ങോട്ട് വരണോ? ഇതവരല്ലേ? നിക്കടാ അവിടെ. നീ ആരവല്ലേ? ആ അതെ, ആരവനെ. എന്താ ബ്രോ പ്രോബ്ലം? രുദ്രണ്ണന്റെ എന്തുണ്ട് ഇഷാനെ വിശേഷം? സുഖമല്ലേ? എടാ, നീ രുദ്രണ്ണന്റെ അനിയനെ കൊന്നിട്ട് ഞെളിഞ്ഞ് നടക്കുവാണല്ലേ? നിന്നെ ഞാൻ തീർക്കോടാ. എന്നാ പിന്നെ പോട്ടെ ഇഷാനെ. അവിടെ നിൽക്കണം. നിൽക്കാൻ അവിടെ. എടാ നിൽക്കാനാ പറഞ്ഞ. നിക്കടാ. ഇഷാനെ, കഷ്ടപ്പെടണ്ട, ഇങ്ങ് അടുത്ത് വാ. നിന്നെ കിട്ടിയടാ. രുദ്രണ്ണ ആരോ കെട്ടി. രുദ്രണ്ണ അയ്യോ, അവിടെ പോയി. അയ്യോ, എന്റെ ബൈക്ക്. വരട്ടെ ഇഷാനെ. എന്റെ ബൈക്ക്. എന്റെ ബൈക്ക്. ആരും എവിടെ പോയി? അവൻ എങ്ങോട്ടാ പോയത്? അവനെ പിടിച്ചിട്ടെന്ന കാര്യം. തളർന്നു. ഒന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ആശ്വാസം. രണ്ടുപേരും എന്നെ പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്തിനാണോ പട്ടി കുരയ്ക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? എന്റെ സാറെ, ഒരു കോമഡി സീൻ കണ്ട് ചിരിച്ചു പോയതാ. സാറിന് കാണുന്നു. കോമഡി സീൻ കണ്ട് ചിരിക്കുന്നതാണോ പോലീസിന്റെ പണി? കൊള്ളാം.
നിർത്തടോ തന്റെ ചിരി. ആരവെന്ന പ്രതിയെ പിടികൂടാൻ കഴിയാതെ കിടന്ന് നട്ടം തിരിയുമ്പോഴാ തന്റെ ഒരു കോമഡിയും ചിരി. എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അവനെ കൈ കിട്ടാതെ നമ്മൾ എങ്ങനെ അറസ്റ്റ് ചെയ്യണം സാർ? അടുത്തു നിന്നിട്ടും എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഇവരുടെ അവസ്ഥ കഷ്ടം തന്നെ. അവനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. അവനൊന്ന് കണ്ടു കിട്ടട്ടെ. ഇത്രയും നാൾ നമ്മളിട്ട് വട്ടം കറക്കിയന് എനിക്കൊന്ന് കൈകാര്യം ചെയ്യണം. അതിനവനെ കിട്ടണ്ടടോ. അവനൊന്ന് കിട്ടട്ടെ. ഇടിച്ച് അവനെ പപ്പടം പോലെ പൊട്ടിക്കും ഞാൻ. സാറേ, അവനെ കിട്ടിയ സത്യം പറയിപ്പിക്കുക. ഞാനൊരു പ്രയോഗം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ പഴയ 3-ാം മുറ. ഒയ്യോ, 3-ാം മുറയോ? ഡോടോടോടോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവനെ കൊച്ചു പയ്യനാ. താൻ ഇനി 3-ാം മുറ ഉപയോഗിച്ച് അടുത്തതായിട്ട് അവന്റെ കൊലപാതകത്തിന് ഞാൻ സമാധാനം പറയേണ്ടി വരും. ആ, അത് ശരി. അപ്പൊ എന്നെ കിട്ടിയ പണിയാൻ തന്നെയാണ് പോലീസിന്റെ പ്ലാൻ. ഡോ, എല്ലാ വാഹനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഏതെങ്കിലും വാഹനത്തിൽ അവൻ ഉണ്ടാവും, ഉറപ്പാ. എന്തിനാ സാറേ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നത്? 5 സുന്ദരികളുടെ വണ്ടി മാത്രം നിരീക്ഷിച്ചാ പോരെ? അതിലാണല്ലോ എന്റെ യാത്ര. ആരവനെ പോലീസ് പിടിച്ചോ? ഒരു ഫോട്ടോ എടുക്കാം. മതി, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അവനെവിടെ പോയി? എന്നെ കണ്ടപ്പോ പോലീസ് അവനെ മാറ്റിയോ? ഇവിടെയൊന്നും ഇല്ലല്ലോ. ഡോ, ഇങ്ങ് വാ. എന്താ ഒരു ചുറ്റിക്കളി? അല്ല, താനാ രുദ്രന്റെ ഫ്രണ്ട് അല്ലേ? അതെ സാർ. അല്ല സാറേ, ആരെവനെ അറസ്റ്റ് ചെയ്തോ? ആരോ? എന്നെ കണ്ടോണ്ടാണോ സാറ് പെട്ടെന്ന് പ്രതിയെ മാറ്റിയത്? താൻ എന്താ പറഞ്ഞേ? ഞാനിപ്പോ നിങ്ങൾക്കിടയില് ഈ ബോണറ്റില് പ്രതിയിരിക്കുന്നത് കണ്ടതല്ലേ? പ്രതി ഇവിടെ ഇരിക്കുന്നത് താൻ കണ്ടോ? ആ, ഞങ്ങൾ ഇതുവരെ കാണാത്ത പ്രതിയെ താൻ എങ്ങനെ കണ്ടു? സാറേ, ആ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. അവൻ ഇവിടെ ഇരിക്കുന്നതേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഫോട്ടോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓ, കാണിച്ചു തരാം. എന്നാ താൻ ഫോട്ടോ കാണിക്ക്. കാണിക്ക്.